ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. വഷളായ കാര്യങ്ങൾ അല്ലാഹു വിരോധിച്ചിരിക്കുന്നു, നിഷിദ്ധമായ കാര്യങ്ങൾ അല്ലാഹു വിരോധിച്ചിരിക്കുന്നു. തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, നിങ്ങളോടൊരു വാക്ക് പറയട്ടെ. സുബ്ഹാനല്ലാഹ്, എന്റെ ഈ ഫോണ് തുറന്നാൽ അതിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് ആർക്കും കാണാൻ കഴിയും ഒരു ചിത്രം. ആ ക്ലിപ്പ് ഞാൻ കണ്ടപ്പോൾ, അത് കണ്ടത് ഞാൻ UAE-യിൽ നിന്നാണ്. അത് കണ്ടപ്പോൾ എനിക്ക് ഉറക്കം വന്നില്ല. എന്താണ് കാരണം? ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരൻ ഇടിക്കുകയാണ്, തലക്കും മുഖത്തുമൊക്കെ ഇടിക്കുകയാണ്. ഇടി ഇങ്ങനെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ പെൺകുട്ടി നിലവിളിക്കുന്നു, ആരും ഇല്ല. സുബ്ഹാനല്ലാഹ്. പിന്നെയോ ആ ചെറുപ്പക്കാരൻ ആ പെൺകുട്ടിയുടെ മുഖത്തും അതേപോലെ തലയിലുമൊക്കെ ഇങ്ങനെ ഊന്നിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും അതാ നന്നായിട്ട് ഇടിക്കുകയാണ്. അങ്ങനെ കുറെ ചെയ്തപ്പോൾ ഈ പെണ്ണ് നിലത്ത് വീട് അല്ലാഹ് 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 ഇങ്ങനെ പറയുന്നുണ്ട്. അത് കണ്ടിങ്ങനെ എനിക്കിത് കണ്ടിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും. പിന്നെ കാണുന്നത് ആ പെൺകുട്ടിയുടെ 2 കാലും പിണച്ചു വെച്ചിട്ട് ഇവൻ ഒരു തുണിക്കഷ്ണം കൊണ്ടോ മറ്റോ ചുറ്റിക്കെട്ടുകയാണ്. ഇതൊക്കെ കൂടി ഈ പെണ്ണിനെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് കണ്ടപ്പോ എനിക്കന്നത്തെ ദിവസം ഉറക്കം തന്നെ വന്നില്ല. പക്ഷേ അത് ഇപ്പോഴും എന്റെ ഫോണിലുണ്ട്. ആ ക്ലിപ്പിന്റെ കൂടെ എഴുതി വെച്ചത് എന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹ്, പോറ്റി വളർത്തിയ ഉമ്മബാപ്പമാരെ വിട്ടിട്ട് അതാ പ്രണയിച്ചുകൊണ്ട് വിവാഹത്തിന് വേണ്ടി വന്ന ചെറുപ്പക്കാരൻ. അതിലൊരു വാചകം കൂടിയുണ്ട്. ആ ചെറുപ്പക്കാരൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവനുമല്ല. ഏത് സമുദായത്തിൽപ്പെട്ടവനാണെങ്കിലും പെൺകുട്ടികളെ പ്രണയിച്ച് കല്യാണം കഴിക്കാൻ വരുന്നവൻ ചതിയനാണ്. പെട്ടുപോകണ്ട. ഈ പെൺകുട്ടി അക്രമം മുഴുവനും ചെയ്യാൻ അവനെന്തേ ധൈര്യം? കാരണം ചോദിക്കാൻ ബാപ്പയില്ല, ഉമ്മയില്ല, അമ്മാമനില്ല, ബാപ്പന്റെ അനുജനില്ല, ജ്യേഷ്ഠനില്ല, കുടുംബക്കാരില്ല, കമ്മറ്റിക്കാരില്ല, ഒരാളും ഇല്ല. കാരണം ഇവളെല്ലാരെയും വിട്ടു ഓടിപ്പോയ പെണ്ണാണ്. അതുകൊണ്ട് തന്നെ ആ പെണ്ണിനെ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തിയ ചെറുപ്പക്കാരൻ ചെയ്യുന്ന ക്രൂരമായ മർദ്ദനം കണ്ടപ്പോ മനസ്സ് പൊട്ടിപ്പോയി. എന്റെ യുവതികളെ, ചെറുപ്പക്കാരികളെ, വയൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ. 10-25 കൊല്ലം തീറ്റിപ്പോറ്റിയ ബാപ്പ, എല്ലാ ചികിത്സയും തന്ന ബാപ്പ, ആശുപത്രിയിൽ വെച്ച് കൊതുവിന്റെ കടികൊണ്ട് ഉറക്കമൊഴിച്ചുകൊണ്ട് കാവല് നിന്ന ബാപ്പയും ഉമ്മയും. സുബ്ഹാനല്ലാഹ്. വയറ്റിലിട്ട് പോറ്റിയ ഉമ്മ, അതേപോലെ തന്നെ മടിയിലിട്ട് പോറ്റിയ ഉമ്മ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ മടിയിൽ മലമൂത്ര വിസർജനം നടത്തിയിട്ട് പോലും വെറുപ്പില്ലാതെ കവിളത്ത് ഉമ്മ തന്ന ഉമ്മ, പിന്നെയും പിന്നെയും ചുംബിച്ച ഉമ്മ. ആ ഉമ്മ എന്റെ മകളുടെ ഒരു നല്ല വിവാഹം സന്തോഷത്തോടെ കഴിയണമെന്ന് മനസ്സിൽ സ്വപ്നം കണ്ട് ജീവിക്കുമ്പോ, അതേപോലെ ഈ ബാപ്പയും അങ്ങനെ ചിന്തിക്കുമ്പോ അവര് നല്ല വിവാഹാലോചന നടത്തിയതോ അവരെ നിശ്ചയിച്ചതോ ഉണ്ടായിരിക്കെ ഏതോ ഒരു ദിവസം ടെലിഫോൺ നമ്പർ കൈമാറിയിട്ട് ഒന്ന് മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് നിന്നെ സോപ്പിട്ട് കയ്യിലാക്കിയ ഏതോ ചെറുപ്പക്കാരന്റെ പിന്നാലെ നീ ബാപ്പ ഉമ്മയെ വിട്ടു ഓടിപ്പോയാൽ, കുടുംബത്തെ വിട്ടു ഓടിപ്പോയാൽ, നാട്ടിലെ കാരണവന്മാരെ വിട്ടു ഓടിപ്പോയാൽ നിനക്ക് ശേഷം വരുന്ന ഗതികേട് എന്താണെന്ന് പറയാനൊക്കുമോ പെണ്ണേ?
ഒരൽപ്പം ബുദ്ധി വേണ്ടേ ഒരു കാര്യത്തിനിറങ്ങുമ്പോ, ഒരൽപ്പം ചിന്ത വേണ്ടേ ഒരു വിഷയത്തിലിറങ്ങുമ്പോ. ഇതേപോലെ എന്റെ ചെറുപ്പക്കാരെ, ബാപ്പ ഉമ്മയുടെ പൊരുത്തമില്ലാതെ ഇവിടെ ജീവിച്ചിട്ട് എന്താ കാര്യം? ബാപ്പ ഉമ്മയുടെ പൊരുത്തത്തിലല്ലേ റബ്ബിന്റെ പൊരുത്തം. ആ ബാപ്പയും ഉമ്മയും ഒക്കെ സന്തോഷത്തോടെ അവരുടെ കുടുംബത്തോട് തറവാട്ടിനോട് യോജിച്ചൊരു പെൺകുട്ടിയെ എന്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് ആ നിക്കാഹിൽ എനിക്കൊന്നവിടെ നിൽക്കണം, അതിലെന്റെ പുതിയാപ്പിളമാരെ ക്ഷണിക്കണം, എന്റെ നാട്ടുകാരെ വിളിക്കണം, ഞാൻ ബഹുമാനിക്കുന്ന പണ്ഡിതന്മാരെയും തങ്ങന്മാരെയും ഒക്കെ വിളിക്കണം, എന്റെ മകനെ കൊണ്ട് എനിക്കൊരു നല്ല സന്തോഷമുണ്ടാകണം എന്ന് ചിന്തിച്ച് പോറ്റി വളർത്തിയ ബാപ്പയോട് നിങ്ങൾ നോക്കണ്ട അതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അതാ ബാപ്പയെയും ഉമ്മയും സങ്കടത്തിലാക്കി വിവാഹം കഴിക്കുന്നവർ. എന്ത് വിവാഹമാണോ നീ കഴിക്കുന്നത്? ബാപ്പ ഉമ്മയെ പരിഗണിക്കാതെ, അവരെ പൊരുത്തമില്ലാതെ, അവർക്ക് സന്തോഷം കൊടുക്കുന്നതിന് പകരം കുടുംബത്തെ മുഴുവനും ദുഃഖത്തിലാഴ്ത്തി. നിന്റെ പെങ്ങൾക്ക് ദുഃഖം, നിന്റെ ഉമ്മാക്ക് ദുഃഖം, ഉമ്മാന്റെ ചേട്ടത്തിയും അനുജത്തിക്കും ദുഃഖം, ബാപ്പക്കും അനുജനും ചേട്ടനും അമ്മാമനും ദുഃഖം. ഇങ്ങനെയാണോ ചെറുപ്പക്കാരാ നീ വളരേണ്ടത്? അല്ല, അവരുടെയൊക്കെ ഒരു പൊരുത്തത്തോടെയാണോ? ഇതൊക്കെ നമുക്കൊന്ന് ചിന്തിച്ചുകൂടെ? റബ്ബ് വിരോധിച്ചിരിക്കുന്നു. ഇതൊക്കെ വലിയ വഷളായ തെറ്റാണ്.